പാകിസ്ഥാൻ ജനതയാകമാനം ഭയപ്പാടിൻ്റെ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതിയും ഇന്ത്യയും അതിശക്തമായി പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. ഇതിനിടയിൽ ഭീകരതാവളങ്ങളെ തകർത്തുകൊണ്ട് ഇന്ത്യൻ സേന അതിർത്തിയിൽ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്നു. ലഷ്കർ ഇ തൈബ അടക്കമുള്ള നിരവധി ഭീകര സംഘടനകളും ഭീകരരും മരണപ്പാച്ചിലാണ്, ആത്മഹത്യയുടെ വക്കീലാണ്. അത്തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാന് അതിശക്തമായ കനത്ത തിരിച്ചടി നൽകാനാണ് വ്യോമനാവിക സേനകൾ സജ്ജമായി മാറിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം കിട്ടിയാൽ ഉടൻ തന്നെ ആ നിമിഷം പാകിസ്ഥാന് കനത്ത തിരിച്ചടി കൊടുക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അതിവേഗ ആക്രമണത്തിനായി വ്യോമസേന റഫേൽ പോർമുനകൾ സജ്ജമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അതിൻ്റെ ട്രയൽ റണ്ണുകളൊക്കെ തന്നെ സംഘടിപ്പിക്കാനുള്ള നീക്കം നടത്തിയെന്നുള്ള സൂചന കിട്ടിയിരുന്നു. റഫേൽ പോർവിമാനങ്ങളിൽ നിന്നും സ്കാൽപ്, മീറ്റിയോർ, ഹാമർ മിസൈലുകളൊക്കെ തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായി തൊടുക്കാൻ സാധിക്കും. ഇവ തന്നെയായിരിക്കും, ഈ പോർമുനകൾ തന്നെയായിരിക്കും പാകിസ്ഥാന് മറുപടി നൽകുന്നത്. 450 കിലോ പോർമുന വഹിച്ചുകൊണ്ട് 300 കിലോമീറ്റർ ദൂരത്തിൽ ആക്രമണം നടത്താൻ പ്രഹരശേഷിയുള്ളതാണ് റഫേലിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്ന എയർ ടു ഗ്രൗണ്ട് സ്കാൽപ് മിസൈലുകൾ. 120 മുതൽ 150 കിലോമീറ്റർ വരെ ദൂരത്തിൽ പ്രഹരിക്കാനായി ശേഷിയുള്ള അതിഭീകര സംഹാര രുദ്രയാണ് എയർ ടു എയർ മീറ്റിയോർ മിസൈലുകൾ എന്ന് പറയുന്നത്. പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെ നേരിടാൻ റഫേൽ യുദ്ധവിമാനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇതിലൂടെ തന്നെ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ തന്നെയാണ് ജമ്മു കാശ്മീരിൽ നടക്കുന്ന കര ആക്രമണത്തിലൂടെ പൂഞ്ചിൽ ഭീകരർ ഒളിച്ചിരുന്ന ഒളിസങ്കേതത്തെ കണ്ടെത്തിയിരിക്കുന്നത്, തകർത്തിരിക്കുന്നത്. മാളത്തിനടിയിലും ഗുഹയ്ക്കുള്ളിലുമൊക്കെ ഒളിച്ചിരുന്ന ഭീകരരുടെ ഒളിസങ്കേതമാണ് സുരക്ഷാ സേന അങ്ങനെ തകർത്തിരിക്കുന്നത്. നിരവധി സ്ഫോടക വസ്തുക്കളും ഇവിടെ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. 5ഓളം IEDകൾ, അതായത് ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസുകൾ, 2 റേഡിയോ സെറ്റുകൾ, ബൈനോക്കുലറുകൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവ ഒക്കെ തന്നെ ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഇത് ഭീകരർ ഉപയോഗിച്ചതാണെന്ന് സൈനിക വൃത്തം ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. തിങ്കളാഴ്ച പൂഞ്ചിലെ സുരാൻകോട്ടിൽ കരസേനാ ഉദ്യോഗസ്ഥരും ജമ്മു കശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ നടപടിയിലൂടെ ഭീകരരുടെ ഒളിസങ്കേതം കൃത്യമായി കണ്ടെത്തി തകർത്ത് മുന്നോട്ട് മുന്നേറാനായി സാധിച്ചു. കശ്മീർ IG VK ബിർദി വിളിച്ചു ചേർത്ത സംയുക്ത സുരക്ഷാ അവലോകന യോഗം നടന്ന് തൊട്ട് പിറ്റേ ദിവസം തന്നെ ഭീകരരുടെ ഒളിത്താവളം തകർക്കാനായി ഇന്ത്യക്ക് സാധിച്ചു. ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ നടപടി. പോലീസ്, സൈന്യം, ഇന്റലിജൻസ് ഏജൻസികൾ, CRPF തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് യോഗത്തിൽ പങ്കെടുത്തത്. കഴിഞ്ഞ ദിവസം വ്യോമസേനാ മേധാവി എയർ മാർഷൽ AP സിംഗും നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് K ത്രിപാഠിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെവ്വേറെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിലൂടെ കര, വ്യോമ, നാവിക സേനകൾ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക എന്ന കാര്യത്തിൽ ഒരു ഏകോപനം, അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും എങ്ങനെ തിരിച്ചടിക്കാൻ കഴിയുമെന്നും എന്തായിരിക്കും അതിൻ്റെ പ്രഹരശേഷി എന്നും ഒക്കെ തന്നെ ഈ കൂടിക്കാഴ്ചയിലൂടെ പ്രധാനമന്ത്രി വിലയിരുത്തിയിരുന്നു. പാകിസ്ഥാനെതിരായിട്ടുള്ള സൈനിക നടപടികൾക്ക് സേനാ വിഭാഗങ്ങൾ സജ്ജമാണെന്ന് സേനാ മേധാവികൾ ഈ കൂടിക്കാഴ്ചയിലൂടെ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് ഔദ്യോഗികമായ വാർത്താക്കുറിപ്പുകൾ സർക്കാർ ഇറക്കാറായിട്ടില്ല. തിരിച്ചടിക്ക് ശേഷമായിരിക്കും അതേക്കുറിച്ചുള്ള സൂചനകളെന്നും ഈ സമയത്ത് വ്യക്തമാകുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ മാത്രമല്ല പാകിസ്ഥാനെ വേട്ടയാടുന്നത്, മറിച്ച് പ്രകൃതി. തിങ്കളാഴ്ച ദിവസം വൈകുന്നേരം ഏകദേശം ഒരു 4 മണിയോടുകൂടി പാകിസ്ഥാനിൽ റിക്ടർ സ്കെയിലിൽ 4.2 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പമുണ്ടായി എന്നാണ് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി അറിയിച്ചിരിക്കുന്നത്. നാശനഷ്ടങ്ങളോ ആളപായമോ ഒന്നും തന്നെ ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. NCS അനുസരിച്ച് ഭൂകമ്പം 10 കിലോമീറ്റർ താഴ്ചയിലാണ് ഉണ്ടായിരിക്കുന്നത്. തിങ്കളാഴ്ച അഫ്ഗാനിസ്ഥാനിലും 4.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതായി NCS പറയുന്നുണ്ട്. 10 കിലോമീറ്റർ ആഴത്തിൽ ആഴം കുറഞ്ഞ സ്ഥലത്തായിരുന്നു ഈ ഭൂകമ്പം ഉണ്ടായത്. അതുകൊണ്ട് തുടർചലനങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാണ്. ശനിയാഴ്ച അഫ്ഗാനിസ്ഥാനിൽ 4.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പവും കണ്ടു. 15 കിലോമീറ്റർ താഴ്ചയിലായിരുന്നു ആ ഭൂകമ്പം ഉണ്ടായത്. ആഴം കുറഞ്ഞ ഭൂകമ്പങ്ങൾ ആഴത്തിലുള്ള ഭൂകമ്പങ്ങളെക്കാൾ ഏറ്റവും അപകടകരം തന്നെയാണ്. അതുകൊണ്ട് ഭൂമിയുടെ ഉപരിതലത്തേക്ക് ഇവ എത്തിച്ചേരുകയും ഉപരിതലത്തിനോട് അടുത്ത് എത്തുമ്പോൾ കൂടുതൽ ഊർജം പുറത്തുവിട്ട് ശക്തമായൊരു ഭൂചലനത്തിന് ഇത് കാരണമായി മാറുകയും ജനങ്ങൾക്കും ജന്തുജാലങ്ങൾക്കും കെട്ടിടങ്ങൾക്കുമൊക്കെ തന്നെ ഇത് വലിയ നാശനഷ്ടം സൃഷ്ടിക്കും, ആളപായം ഉണ്ടാക്കുമെന്നുള്ളതാണ് ഭയപ്പെടേണ്ട മറ്റൊരു വസ്തുത. വെള്ളിയാഴ്ച റിക്ടർ സ്കെയിലിൽ 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പവും അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായതായി NCS തന്നെ പറയുന്നുണ്ട്. ഇനി തിരിച്ച് ജമ്മു കാശ്മീരിലേക്ക് വരികയാണെങ്കിൽ, ജമ്മു കാശ്മീരിലെ ജയിലുകളിൽ ഒരു ഭീകരാക്രമണ ഭീഷണി, അങ്ങനെ ഒരു മുന്നറിയിപ്പാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് സുരക്ഷ അതിശക്തമാക്കി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശ്രീനഗർ സെൻട്രൽ ജയിൽ, ജമ്മുവിലെ കോട്ട് ബൽവാൽ ജയിൽ എന്നിവിടങ്ങളിലാണ് ഭീകരർ ലക്ഷ്യം വെച്ചൊരു ആക്രമണം
ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ട് രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ടിരിക്കുന്നത്. ഒട്ടനവധി കൊടും ഭീകരരെയും ഭീകരർക്ക് സഹായം ചെയ്യുന്നവരെയും ഒക്കെ തന്നെ പാർപ്പിച്ചിരിക്കുന്ന ജയിലുകളാണ് ഇവ രണ്ടും. കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് തീവ്രവാദികളുടെ സഹായികളായ നിസാർ, മുഷ്താഖ് എന്നിവരെ NIA സംഘം ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ജയിലുകളിലെ ആക്രമണ സാധ്യതയുടെ വിവരം കൃത്യമായി കിട്ടിയതെന്നാണ് സൂചനയുള്ളത്. രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്ന് CISFന്റെ ഡയറക്ടർ ജനറൽ ശ്രീനഗറിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി സ്ഥിതിഗതികൾ എന്തൊക്കെയെന്നുള്ളത് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. ജമ്മുകാശ്മീരിലെ ജയിലുകളുടെ സുരക്ഷാ ചുമതല CRPFൽ നിന്നും 2023 CISF ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ തീവ്രവാദികൾ ഇപ്പോഴും തെക്കൻ കശ്മീരിൽ ഒളിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് NIA പറയുന്നത്. അവർക്ക് ഇതുവരെയും കശ്മീർ താഴ്വര വിട്ടുപോകാനായി സാധിച്ചിട്ടില്ല. അതിനുള്ള അവസരം പോലും അവർക്ക് ലഭ്യമായിട്ടില്ല. പ്രദേശത്ത് കൂടുതൽ തീവ്രവാദികൾ ഉണ്ടാകാമെന്നുള്ള നിഗമനത്തിലാണ് അന്വേഷണ ഏജൻസി. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി തന്നെയാണ്, ജാഗ്രതയോടുകൂടി തന്നെയാണ് നീക്കം നടത്തുന്നത്. കശ്മീരിൽ ഭീകരവാദികൾക്ക് ഭക്ഷണവും മറ്റ് സഹായങ്ങളും നൽകിയ ഒരു യുവാവിനെ പിടികൂടാനായി സുരക്ഷാസേന ഒരു ശ്രമം നടത്തിയപ്പോൾ സുരക്ഷാസേനയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ നദിയിൽ മുങ്ങി മരിച്ചൊരു വാർത്തയും നമ്മൾ ഇന്ന് രാവിലെ തന്നെ കണ്ടിരുന്നു. ലഷ്കർ-ഇ-തൈബ സംഘാംഗമാണ് ഇയാളെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. ഇംതിയാസ് അഹമ്മദ് മാഗ്രൈ എന്ന 23-കാരനാണ് മരണപ്പെട്ടത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിറകെ ശനിയാഴ്ചയാണ് ഇംതിയാസിനെ ജമ്മു കാശ്മീർ പോലീസ് ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തത്. കുൽഗാമിലെ ടാങ്മാലിലെ വനമേഖലയിൽ ഒളിച്ചിരുന്ന ഭീകരർക്ക് ഭക്ഷണവും മറ്റു വസ്തുക്കളുമൊക്കെ ഇംതിയാസ് എത്തിച്ചു നൽകിയെന്ന് ചോദ്യം ചെയ്യലിലൂടെ സമ്മതിച്ചിരുന്നു. ഭീകരവാദികളുടെ ഒളിച്ചിരിക്കുന്ന സ്ഥലം തനിക്ക് അറിയാമെന്നും ഇയാൾ പറഞ്ഞു. അങ്ങനെയായിരുന്നു ഞായറാഴ്ച സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അവിടേക്കുള്ള വഴി കാണിക്കാനായി ഇയാൾ കൊണ്ടുപോയതും. അതിനിടയിൽ ചലനദിയുടെ പോഷക നദിയായിട്ടുള്ള വേശ്വയിൽ എടുത്തു ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ നദിയിലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ടുപോയി ഇയാൾ മരണപ്പെട്ടത്. ഭീകരവാദികളെ വളഞ്ഞു പിടികൂടാനുള്ള നടപടി തന്നെയായിരുന്നു അന്വേഷണ സംഘം നടത്തിയത്. എന്നാൽ ഇംതിയാസ് നദീതീരത്തേക്ക് പോയി വെള്ളത്തിൽ എടുത്തു ചാടി രക്ഷപ്പെടാമെന്നുള്ള ഒരു നീക്കത്തിലായിരുന്നു എന്നാണ് അധികൃതർ പറയുന്നത്. സുരക്ഷാ സേനയുടെ ഡ്രോണിലാണ് ഇംതിയാസ് നദിയിലേക്ക് ചാടുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. കുൽഗാമിലെ അഹർബാൽ മേഖലയിലെ അദ്ബാൽ നീർച്ചാലിൽ നിന്നും ഇംതിയാസിന്റെ മൃതദേഹം പിന്നീട് വീണ്ടെടുക്കാനും സാധിച്ചു. ഇംതിയാസ് നദിയിലേക്ക് ചാടുന്നതിൻ്റെയും അല്പദൂരം നീന്താൻ ശ്രമിക്കുന്ന വീഡിയോയുമൊക്കെ ഇതിനോടകം തന്നെ പുറത്തു വന്നു. ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. പക്ഷേ ഇംതിയാസ് പോലീസ് കസ്റ്റഡിയിലാണെന്നിരിക്കെ മരിച്ചു എന്നുള്ള ആരോപണം കുടുംബം ഉയർത്തുന്നു. ഇതിന് പിന്നിൽ ഗൂഢാലോചന സംശയിച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. ഇതിനിടയിൽ പടിഞ്ഞാറൻ മേഖലയിലെ എയർബേസുകളിലെ ഓപ്പറേഷൻ റെഡിനെസ് പ്ലാറ്റ്ഫോമുകളുടെ എണ്ണവും വ്യോമസേന വർദ്ധിപ്പിച്ചത് ശ്രദ്ധേയമായൊരു വിഷയമാണ്. കാരണം ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നതിലൂടെ ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും ടേക്ക് ഓഫ് ചെയ്യാൻ പാകത്തിന് മിസൈലുകൾ ഉൾപ്പെടെ സജ്ജമാക്കുന്ന 2-3 പോർമുനകൾ എപ്പോഴും ഉണ്ടാകും. എയർബേസിന് സമീപത്തെ ഈ പ്ലാറ്റ്ഫോമുകളിൽ അവ സജ്ജമാക്കി തന്നെ നിർത്തിയിരിക്കുകയാണ്. അതിലൂടെ തന്നെ വ്യക്തമായ സൂചന പാകിസ്ഥാൻ ഇന്ത്യ നൽകിക്കഴിഞ്ഞിരിക്കുന്നു.